ആക്ടിങ്ങിലേക്ക് പോകാനായിട്ട് ഒരുപാട് അതുകൊണ്ടാണ് ഇങ്ങനെ BBS പോയത് തന്നെ ശരിക്കും. പിന്നെ ലാൽ സാറിനെ ഒന്ന് കാണണം നേരിട്ട് അതൊരു ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു. അപ്പം ഞാനിങ്ങനെ പറയും, ലാൽ സാറിന് എത്രയോ സുന്ദരനാണ്, എത്രയോ കഴിവുള്ള ആളാണ്. മലയാളത്തിലെ സത്യം പറഞ്ഞ ഒള്ളി ആക്ടർ ലാൽ സാർ. അതെ, ലാൽ സാർ. അപ്പൊ അദ്ദേഹത്തിന് ഒരു ചെരിവ് സൈഡിലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ആ ഒരു ചെരിവ് അദ്ദേഹത്തിനുള്ളപ്പോ നിനക്ക് ഈ ഒരു കൈയുടെ ശോഷിപ്പ് അത് ശരിക്കും ഒരു കുറവല്ല മോനെ എന്ന് പറയും. കുറവല്ല. എന്തുകൊണ്ട് ശരിക്കും എന്ത് കാരണം കൊണ്ടാണ് അത് ശരിക്കും എന്താന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ശരിക്കും ഒരു ന്യൂറോ ഹിരായാമ എന്ന് പറഞ്ഞൊരു ഡിസീസാണ്. ഹിരായാമ എന്നാണ് അതിന്റെ പേര്. നമ്മുടെ ടിഷ്യൂസ് ഡാമേജ് ആയിക്കൊണ്ടേയിരിക്കും. അവന് ട്രൈസെപ്സും ബൈസെപ്സും ഒന്നും അവനില്ല. പക്ഷെ അവന് ഈ ഡിസീസ് നമ്മൾ കണ്ടുപിടിക്കുന്നതിന് മുന്നേ അവന് നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു, നന്നായി പഠിക്കും ക്ലാസ്സിൽ. പക്ഷെ ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര മോശമായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ബുക്കൊക്കെ നോക്കുമ്പോൾ ഞാൻ പറയും, അപ്പൊ നിനക്ക് ഇച്ചിരി വൃത്തിക്ക് എഴുതിക്കൂടെ? അപ്പൊ അവൻ പറയടി ഞാൻ എഴുതാൻ നോക്കുന്നുണ്ട്, പക്ഷെ ട്രൈ ചെയ്യുമായിരുന്നു. പക്ഷെ അത് നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഒന്നാമത് അവൻ നല്ല തടി ഉണ്ടായിരുന്നു, പിന്നെ മെലിഞ്ഞ സമയത്താണല്ലോ ഇത് കണ്ടെത്തിയത്. പിന്നെ അവൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ എത്ര നോക്കിയാലും നല്ല ബൈസെപ്സും ട്രൈസെപ്സും നല്ലതായിരുന്നു അവന്റെ, നല്ലൊരു ബോഡി ഫിഗർ ആയിരുന്നു അവൻ. മിസ്റ്റർ കോട്ടയം അടിച്ചതാണ്, ഏത് ബോഡി ബിൽഡർ ഷോയില് മിസ്റ്റർ കോട്ടയം അടിച്ച. അപ്പൊ നല്ല അപ്പൊ ഇത് ട്രൈസെപ്സും ബൈസെപ്സും ഇങ്ങനെ ലോസ് ആയിക്കൊണ്ടിരുന്നപ്പോഴാണ് പിന്നെ നമുക്കൊരു ടെൻഷൻ തോന്നിയത്. പിന്നെ ഹാൻഡ് റൈറ്റിംഗ് സ്ലിപ്പായി പോവാ എഴുതുമ്പോ. ഇവിടെ ഒരു കുഴിവാണ്, ഈ ഫിംഗർ ബോണ്ട് അവിടെ നിങ്ങോട്ടൊരു കുഴിഞ്ഞിരിക്കുക. അതെ, അതുകൊണ്ടാണ് ഇത്. നമുക്ക് മസിൽസ് ഇല്ലെങ്കിൽ നമുക്കൊന്നും, എല്ല് മാത്രമായ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് മസ്കുലാരിറ്റി ഇമ്പോർട്ടന്റ് ആണ്, ബൈസെപ്സും ട്രൈസെപ്സും. അല്ലെങ്കിൽ കുഞ്ഞു പിള്ളേരുടെ കയ്യിൽ അവർക്ക് പവർ ഇല്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ്. പക്ഷെ ഇതിന്റെ ഒരു മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വർക്കൗട്ടേ ഉള്ളൂ. പിന്നെ പ്രോട്ടീൻ കണ്ടന്റ് കൂടുതൽ കഴിക്കുക. പിന്നെ നമ്മൾ മെഡിക്കലി അവര് ഡോക്ടേഴ്സൊക്കെ പറയുന്ന ബോൾ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക, ആക്ടിവിറ്റീസ് കൂട്ടുക, കൈയുടെ ആക്ടിവിറ്റീസ് കൂട്ടുക, മെന്റലി പവർ ആക്കുക. ഈ 2 മെഡിസിനേ ഉള്ളൂ ഇപ്പൊ തൽക്കാലം. ലക്കിൽ അങ്ങനെ പോകുന്നു. പിന്നെ അവര് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല് ബോഡി വെയിറ്റ് ഇപ്പൊ 2-3 അല്ലെങ്കിൽ 1 മന്തിനുള്ളിൽ ഇത്ര kg കുറയുവാണെങ്കിൽ നമുക്കത് സീരിയസ് കണ്ടീഷനിലോട്ട് പോകുന്ന ഒരു കേസാണ്. കുറയാൻ പാടില്ല. അപ്പം അമ്മയായാലും അർജുന്റെ അടുത്ത് ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പം ആ സിറ്റുവേഷനിൽ അർജുൻ ഇങ്ങനെ കടന്ന് പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് അമ്മ എങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്തത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കരച്ചിൽ വരും. ഞാൻ വിചാരിച്ചേക്കുന്ന ഈ ഒരു സ്ത്രീയുടെ ഈ ലോകത്തെ ഏറ്റവും വലിയ വേദന എന്ന് പറഞ്ഞാൽ ഓപ്പണായിട്ട് പറയാം പ്രസവ വേദന എന്നാണ് കണക്കാക്കി. പക്ഷെ അതല്ല, ഒരു മകനല്ലേ ഒരു മകൾക്ക് വരുന്ന കുറവുകളെയും വിഷമങ്ങളും അസുഖങ്ങളുമാണ് ഏറ്റവും വലിയ ദുഃഖം. ആ ദുഃഖം എന്നെ വേട്ടയാടുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരെയും. പക്ഷെ ഒരുപാട് അവൻ മാറി, ഇപ്പം മനസ്സുകൊണ്ട് മാറി. അപ്പോൾ എനിക്ക് ചില പ്രോബ്ലംസൊക്കെ വരുമ്പോൾ എന്നോട് പറയും, ഞാൻ തളർന്നിരിക്കും, പറയും അമ്മ തളർന്നിരിക്കാൻ പാടില്ല, നമ്മുടെ കൈ പിടിച്ച് പോക്കണമെങ്കിൽ നമ്മൾ തന്നെ വേണം.